രാഷ്ട്രീയത്തിൽ മാറി മാറി UDF-ഉം LDF-ഉം അധികാരത്തിൽ വരുന്ന സ്ഥിരം രീതിക്ക് ഒരു മാറ്റമുണ്ടാകുന്നത് സമീപകാലത്തായിരുന്നു. 2016-ൽ പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന ഇടതു സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വന്നതിനു ശേഷം ആ സർക്കാരിന്റെ ആവർത്തനത്തിന് സംസ്ഥാനം സാക്ഷ്യം വഹിച്ചത് നാം കണ്ടതാണ്. എന്തുകൊണ്ട് രണ്ടാം പിണറായി സർക്കാർ ഉണ്ടായി എന്നതിന്റെ കാരണങ്ങൾ നിരവധിയായിരുന്നു. കോവിഡും പ്രളയാനന്തര കേരളവും എല്ലാം രണ്ടാം പിണറായി ഭരണത്തിന് വഴിയൊരുക്കിയെന്നത് സത്യമാണ്. അപ്പോഴും അത് മാത്രമാണോ പിണറായി വിജയന്റെ തുടർഭരണത്തിന് കാരണമായത് എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. കരുത്തുള്ള ഒരു പ്രതിപക്ഷത്തിന്റെ കുറവ് ഒന്നാം പിണറായി കാലത്തുണ്ടായിരുന്നു. അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തലയെ ആക്രമിച്ചവരിൽ ഏറ്റവും മുൻനിരയിൽ ഉണ്ടായിരുന്നത് കോൺഗ്രസുകാർ തന്നെയായിരുന്നു. അതായത് പിണറായി വിജയന്റെ തുടർഭരണത്തിന് വഴിയൊരുക്കിയവരിൽ കോൺഗ്രസുകാരും ഉൾപ്പെടുന്നു എന്നത് മറ്റൊരു വസ്തുത. ഏതായാലും കേരളത്തിൽ തുടർഭരണമുണ്ടായി. വീണ്ടും പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി. കേരളത്തിന്റെ ഇപ്പോഴത്തെ ചില രാഷ്ട്രീയ സാഹചര്യങ്ങൾ പരിശോധിച്ചാൽ പിണറായി തന്നെ വീണ്ടും മുഖ്യമന്ത്രി ആയാലും ഇല്ലെങ്കിലും ഇടതു ഭരണത്തിലുള്ള വഴി തന്നെയാണ് ഒരുങ്ങുന്നത്. എങ്ങനെ മൂന്നാം ഇടതു ഭരണം കേരളത്തിൽ നടപ്പാകും എന്നതിൽ പലതരത്തിലുള്ള സംശയങ്ങളും ഉള്ളവർ ഉണ്ടാകും. ഇനി കേവലം 10 മാസം മാത്രമാണ് സംസ്ഥാനം ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുവാനുള്ളത്. കൃത്യമായി പറഞ്ഞാൽ ഒരു കുഞ്ഞിന് ജനിക്കുന്ന അതേ കാലയളവ് മാത്രമാണ് ഇനി കേരളം ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകാനുള്ളത്. ഈ 10 മാസത്തിനിടയ്ക്ക് മുന്നണികളിലും രാഷ്ട്രീയ പാർട്ടികളിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ തീർച്ചയായും തെരഞ്ഞെടുപ്പിനെ വല്ലാതെ ബാധിക്കും. ഇടതുപക്ഷം ഏറെക്കുറെ തെരഞ്ഞെടുപ്പിന് സജ്ജമാണ്. അധികാരവും പണവും മറ്റെല്ലാ സംവിധാനങ്ങളും ഇടതിന് കൂട്ടായുണ്ട്. BJP-യുടെ കയ്യിലും പണം ഒട്ടും കുറവല്ല. എന്നാൽ കേന്ദ്രത്തിലും സംസ്ഥാനത്തും കുറെ നാളുകളായി അധികാരത്തിലില്ലാത്ത കോൺഗ്രസിന്റെ കയ്യിൽ നയാ പൈസയില്ല. പൈസ ഇല്ലെന്ന് മാത്രമല്ല, പൊടിക്ക് വിവേകം പോലും ഇന്നത്തെ കോൺഗ്രസ് നേതൃത്വത്തിന് ഇല്ല എന്നത് മറ്റൊരു യാഥാർത്ഥ്യം. തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കും തോറും കോൺഗ്രസിനുള്ളിൽ കൂടുതൽ തർക്കങ്ങളും വിഭാഗീയ പ്രവർത്തനങ്ങളും വർദ്ധിച്ചു വരികയാണ്. പരസ്പരം നേതാക്കൾക്കിടയിലുള്ള വിദ്വേഷം വല്ലാതെ കൂടിയിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ കോൺഗ്രസിനുള്ളിൽ വലിയൊരു പടപ്പുറപ്പാട് തന്നെയുണ്ട്. ഏത് വിധേനയും സതീശനെ നിലം പറ്റിക്കുകയാണ് പലരുടെയും പ്രഖ്യാപിത നയം. അതിനുവേണ്ടി ഒരു കൂട്ടം നേതാക്കൾ ഒറ്റക്കെട്ടായി സംഘടിച്ച് സതീശനെതിരെ കുതന്ത്രങ്ങൾ മെനയാനും തുടങ്ങിയിട്ടുണ്ട്. മുഖ്യമന്ത്രി സ്ഥാനം മുന്നിൽ കണ്ട് പ്രവർത്തിക്കുന്ന ഒരു പറ്റം നേതാക്കൾ കോൺഗ്രസിലുണ്ട്. പ്രധാനമായും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്ക് മുഖ്യമന്ത്രി കസേരയിൽ നോട്ടമുണ്ട്. ദേശീയ തലത്തിൽ കോൺഗ്രസിനെ നയിക്കുന്ന ഏറ്റവും പ്രധാനിയായ മലയാളി കൂടിയായ KC വേണുഗോപാലിനും തിരികെ കേരളത്തിലെത്തി ഒന്ന് മുഖ്യമന്ത്രിയായാൽ കൊള്ളാമെന്ന ആഗ്രഹമുണ്ട്. എന്തിനേറെ പറയുന്നു, കൊടിക്കുന്നിൽ സുരേഷിന് വരെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായാൽ കൊള്ളാമെന്നുണ്ട്. എല്ലാവർക്കും ആഗ്രഹത്തിനപ്പുറം വേണ്ടത്ര പ്രവർത്തനമൊന്നും ഇന്ന് സംസ്ഥാനത്ത് കോൺഗ്രസിന്റേതായി നടക്കുന്നില്ല. ഒരു കാലത്ത് കോൺഗ്രസിനെ പലപ്പോഴും അധികാരത്തിലേക്ക് എത്തിച്ചിട്ടുള്ളത് അതിന്റെ വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ പ്രവർത്തനങ്ങളായിരുന്നു. 9 പേരായി നിയമസഭയിൽ ചുരുങ്ങിയ കോൺഗ്രസിനെ പിന്നീട് അധികാരത്തിലേക്ക് എത്തിച്ചത് അന്നത്തെ കാലത്തെ KSUവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും നിരന്തരമായ പോരാട്ടങ്ങളായിരുന്നു. ഇന്നിപ്പോൾ പോരാട്ടങ്ങളെ നയിക്കുവാനുള്ള ആരോഗ്യം KSUവിനും യൂത്ത് കോൺഗ്രസിനും കൈമോശം വന്നിരിക്കുകയാണ്. ഒരു കാലത്ത് കേരളത്തിലെ മുഴുവൻ സർവകലാശാലകളും കോളേജുകളും ഭരിച്ചിരുന്നത് KSU ആയിരുന്നു. ഇന്നിപ്പോൾ കാലിക്കറ്റിൽ MSF-ന്റെ ഔദാര്യം കൊണ്ട് മാത്രം സ്വാധീനമുണ്ടെന്ന് ഒഴിച്ചാൽ KSU ക്യാമ്പസുകളിൽ അന്യം നിന്ന് പോയിരിക്കുന്നു. യൂത്ത് കോൺഗ്രസിന്റെ ഇന്നത്തെ അവസ്ഥയും പറയാൻ കൊള്ളുന്ന കാര്യമല്ലെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഏതായാലും കോൺഗ്രസ് വലിയൊരു ഏടാകൂടത്തിൽ പെട്ടിരിക്കുന്നു. ഇപ്പോൾ ആ പാർട്ടിയിലെ എല്ലാ നേതാക്കളുടെയും ലക്ഷ്യം VD സതീശൻ മാത്രമാണ്. സതീശൻ ഒരു തികഞ്ഞ അഹങ്കാരിയായ രാഷ്ട്രീയ നേതാവാണ് എന്ന നിലയിലുള്ള അഭിപ്രായങ്ങൾ കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ ഉയരുന്നുണ്ട്. ഇങ്ങനെയുള്ള സതീശനുമായി ഒരു തെരഞ്ഞെടുപ്പിനിറങ്ങിയാൽ പാർട്ടി 8 നിലയിൽ പൊട്ടുമെന്ന് കോൺഗ്രസുകാർ തന്നെ അഭിപ്രായപ്പെടുന്നു. പുതുപ്പള്ളിയിലെ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് മൈക്കിനു വേണ്ടി സതീശനും സുധാകരനും അടികൂടുന്ന കാഴ്ച നാം കണ്ടിട്ടുണ്ട്. പിന്നീടും പല ആവർത്തി സുധാകരനുമായി സതീശൻ കൊമ്പ് കോർക്കുന്നതും നാം കണ്ടു. കേരളത്തിലെ കോൺഗ്രസിന്റെ അവസാന വാക്ക് KPCCയുടെ അധ്യക്ഷനാണ്. കേരളത്തിലെ കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഇടം KPCC ഓഫീസാണ്. കോൺഗ്രസ് പാർട്ടിയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ അന്തിമ തീരുമാനമെടുക്കേണ്ട ഇടം ഇന്ദിരാഭവനാണെന്നും അല്ലാതെ കണ്ടോൺമെന്റ് ഹൗസ് അല്ലെന്നും ആരെങ്കിലും സതീശനോടൊന്ന് പറഞ്ഞു കൊടുക്കണം. ഇന്നിപ്പോൾ പാർട്ടിയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ അന്തിമ തീരുമാനം പറയുന്നത് പലപ്പോഴും സതീശൻ തന്നെയാണ്. കഴിഞ്ഞ ദിവസം തന്നെ ഡിജിറ്റൽ മീഡിയ സെൽ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയില്ലെന്ന് സതീശൻ പറയുന്നു. ശരിക്കും KPCC പ്രസിഡന്റ് പറയേണ്ട കാര്യങ്ങൾ എന്തിനാണ് സതീശൻ ഇങ്ങനെ കയറി ഓവർടേക്ക് ചെയ്ത് പറയുന്നത്? ഈ സംശയം ഞങ്ങളുടേതല്ല, മറിച്ച് ഈ നാട്ടിലെ കോൺഗ്രസ് നേതാക്കളുടെയും പ്രവർത്തകരുടെയുമാണ്. പല കാലഘട്ടങ്ങളിലും സംസ്ഥാനത്തെ കോൺഗ്രസിനെ നയിച്ചിട്ടുള്ളവർ ജനങ്ങൾക്കിടയിൽ സ്വീകാര്യതയുള്ള നേതാക്കളായിരുന്നു. ഉമ്മൻചാണ്ടിയെ തന്നെ എടുത്തു പരിശോധിച്ചാൽ എപ്പോഴും ചിരിച്ച മുഖവുമായി ജനങ്ങൾക്കിടയിലും പ്രവർത്തകർക്കിടയിലും സജീവമായിരുന്നു അദ്ദേഹം. ഏതു പ്രതിസന്ധിയിലും തളരാതെ പതറാതെ പുഞ്ചിരിയായിരുന്നു ഉമ്മൻചാണ്ടിയുടെ മുഖമുദ്ര. എന്നാൽ ഇന്നത്തെ കോൺഗ്രസ് നേതാക്കളുടെ മുഖഭാവമോ സർക്കാരിന്റെ മികവ് കൊണ്ടൊന്നും ആയിരിക്കില്ല തുടർഭരണം ഉണ്ടാവുക, മറിച്ച് കോൺഗ്രസ് നേതാക്കളുടെ ഇപ്പോഴത്തെ ശൈലി കൊണ്ടാകും.